ഇവിടെ കലവറ ഇറക്കലിനൊന്നും പരിപാടി ഉണ്ടോ? ഇല്ല. അതിനെ വിളിച്ച് പറഞ്ഞു കാമാക്ഷമ്മൻ കോയിലിൽ അവിടെ മുത്തുമാരിയമ്മൻ കോയിലിൽ കലവറ ഇറക്കലുണ്ട്. മുത്തുമാരിയമ്മൻ കോയിൽ അവിടെയുള്ള ബാക്കിലാ കലവറ ഇറക്കലാന്ന് പറഞ്ഞു. മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇല്ലാന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരിക്കും അല്ലേ? അതല്ല കാമാക്ഷമ്മല്ല, ഇത് മാർക്കറ്റ് മുത്തുമാരിയമ്മൻ കോയിലാണ്. അതിൻ്റെക്കും അല്ലേ? ഇതല്ലേ ഇത് ഇവിടെ തന്നെയല്ലേ? ആ അതെ അതെ ആടാ അല്ലേ? ഞാൻ വരുന്നേ. കണ്ടില്ലേ, ഒരു നമുക്ക് വഴി വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇതുപോലൊരു 100 പ്രാവശ്യം ബലം വെക്കേണ്ടി വരും. മനസ്സിലായോ? എന്നാൽ താളിക്കാവ് എന്ന് പറഞ്ഞാൽ മതി. അന്നേരം ഇതെന്നാന്നോന്ന് അറിയില്ല. ഇവിടുന്ന് കലവറ നടക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞ അപ്പം നോക്കട്ടെ. ഒന്നും കിട്ടിനൊക്കെ തരണേ. വന്ദേ ഭാരത് നമ്മൾ സ്ലോയിൽ പോകുന്ന മുകളിൽ കൂടി കേട്ടോ. വന്ദേ ഭാരതാണ് പോകുന്ന മുകളിൽ കൂടി അത്ര സ്ലോയിൽ. അയ്യോ അവിടെ എവിടെയല്ല കേട്ടോ, മാർക്കറ്റിലെല്ലാം ഞാൻ പോയി നോക്കി. അവിടെ എവിടെയല്ല, മാർക്കറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പം കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രത്തിൽ നാളെയല്ലേ അവിടെ നിന്ന് എന്നാൽ ഒന്നും ഉണ്ടോ പരിപാടി നോക്കട്ടെ. അവിടെ പോയി നോക്കിയിട്ട് ഇന്നലൊന്നും പറഞ്ഞും കേട്ടില്ല. പൊങ്ങില്ലേ, പൊങ്ങ് തേങ്ങേൻ്റെ പൊങ്ങില്ലേ, അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കൺട്രോളിലൊക്കെ വരും. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ രോഗപ്രതിരോധ ശക്തി കിട്ടും. അങ്ങനെ പൊങ്ങ് ഉണ്ടെങ്കിൽ കളയരുത്, കഴിക്കുക എല്ലാവരും. നല്ലതാണത്, അതുകൊണ്ടാണ് പറഞ്ഞേ. ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഇനി ഇവിടെ കണ്ണൂർ ദസറ പരിപാടി ഉണ്ട് കേട്ടോ. കണ്ണൂർ കോർപ്പറേഷൻ്റെ അധീനത്തിലില്ലല്ലോ. ഇവിടെ വരിക, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് പോകാം കേട്ടോ. പന്തലിൻ്റെ ഈ പ്രാവശ്യം വലിയ കവാടലാക്കുന്നുണ്ടല്ലോ മുത്തുമാരിയമ്മൻ്റെ അടുത്ത്. അടിപൊളിയാക്കുന്നുണ്ടേ ഈ പ്രാവശ്യം. കാണാൻ തന്നെ ആയിരിക്കും കേട്ടോ. കണ്ണൂർ നഗരം ഒന്ന് ഞെട്ടിക്കും. ലൈറ്റ് കൊണ്ടുള്ള അടിപൊളി സംഭവങ്ങളാക്കിയെടുക്കുന്നു. ഒന്നും നോക്കിയില്ല ഈ പ്രാവശ്യം. അതിന് ഇവിടെയുള്ള നോക്കട്ടെ. ഇവിടെ കഴിയില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. നോക്കട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ, കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രത്തിൽ തന്നെയാണ് കലവറ നടക്കൽ. ഞാൻ ടൗൺ അത്രയും പോയിട്ട് കറങ്ങി പിടിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് തണായിട്ട് വെച്ചിട്ട് എന്നാൽ നല്ല നമസ്കാരം.
അവിടേക്ക് ചിത്രേച്ചിനെ പൊങ്കാല കണ്ടിട്ട് ആൾ പറഞ്ഞു ചിത്രേച്ചിയല്ലേ അത് ചിത്രേച്ചിനെ പൊങ്കാലക്ക് അല്ലേ അങ്ങോട്ടേക്ക് ഞാൻ അങ്ങോട്ടേക്ക് എത്ര സപ്പോർട്ട് നവരാത്രിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകൾ തിങ്കളാഴ്ച അല്ല 3-ാം തീയതി, അത് വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച 3-ാം തീയതി വ്യാഴാഴ്ച ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ വരിക, അവിടുത്തെ കാഴ്ചകൾ കാണുക. അവിടെ കാണേണ്ട സംഭവം ലൈറ്റിൻ്റെ എല്ലാം വേറെ വെറൈറ്റിയാണ്. ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ ഞാൻ എടുക്കും, പോയി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഏകദേശം ലൈറ്റ് ഇടാനായിന്ന് തോന്നുന്നു അല്ലേ, ആയില്ലേ ലൈറ്റ് ഏകദേശം ഇടാനായിന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ ആണെങ്കിൽ പോയിട്ട് നമുക്കത് നോക്കിയിട്ട് വരാം. പിന്നെ അപ്പോൾ ഇനി 3-ാം തീയതി മുതൽ നവരാത്രി കാഴ്ചകൾ ഇങ്ങനെ ഉണ്ടാവും. 6-ാം തീയതി കമ്പല്ലൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ നല്ല നമസ്കാരം. എൻ്റെ കൂടെ ഉള്ളത് ഷിജു വന്നേ. ഷിജു എവിടെ സ്ഥലം? തോട്ടട. ഷിജു തോട്ടട കേട്ടോ. നല്ല നമസ്കാരം. ഷിജു കുട്ടൻ ഇവിടുന്ന് കാണുന്നില്ലടാ എന്നാ. ഇപ്പം കാണുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക KS ചിത്ര. കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വല്യറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം 2024 ഒക്ടോബർ 6 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും. നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം.